Vocational Theory, Inline Checker, Volume 5. Introduction and Orientation to Inline Checking. List and operate various tools and equipment used in garment industry. റെഡിമെയ്ഡ് ഗാർമെന്റ് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന വിവിധതരം ഉപകരണങ്ങളും യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കാൻ പഠിക്കുകയും അതിന്റെ പട്ടിക തയ്യാറാക്കുകയുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൂൾസ്, പ്രധാനപ്പെട്ട ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡ്രാഫ്റ്റിംഗ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ്, സ്റ്റിച്ചിങ് ടൂൾസ്. ഇങ്ങനെ 3 തരം ടൂൾസ് ആണ് ഉള്ളത്. ഡ്രാഫ്റ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുന്നത് റെഡിമെയ്ഡ് ഗാർമെന്റിന്റെ വിവിധ ഭാഗങ്ങളുടെ കമ്പോണൻസിന്റെ, ഉദാഹരണത്തിന് ഷർട്ടിന്റെ ആണെങ്കിൽ അതിന്റെ കോളർ അല്ലെങ്കിൽ അതിന്റെ കൈയുടെ ഭാഗം അല്ലെങ്കിൽ പോക്കറ്റ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളുടെ രൂപം ഒരു പേപ്പറിൽ വരയ്ക്കുന്നതിനാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന ടൂൾസിനാണ് ഡ്രാഫ്റ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. കട്ടിംഗ് ടൂൾസ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. സ്റ്റിച്ചിങ് ടൂൾസും അതുപോലെ തന്നെ ഒരു ഗാർമെന്റിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ടൂൾസ് ആണ്. എക്യുപ്മെന്റ്, പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ. കട്ടിംഗ് എക്യുപ്മെന്റ്, സ്റ്റിച്ചിങ് എക്യുപ്മെന്റ്. കട്ടിംഗ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് റെഡിമെയ്ഡ് ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ ഫാബ്രിക് കട്ട് ചെയ്ത് ഗാർമെന്റിന്റെ ഓരോ കമ്പോണൻസ് ആക്കിയെടുക്കുന്നത്. സ്റ്റിച്ചിങ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്യൂയിങ് മെഷീൻ, നമ്മുടെ സാധാരണ തയ്യൽക്കടയിൽ കാണുന്ന രീതിയിലുള്ള ഒരു തയ്യൽ മെഷീനാണ് സ്റ്റിച്ചിങ് എക്യുപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആധുനിക രീതിയിലുള്ള ഇലക്ട്രിസിറ്റി പവർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ്. ടൂൾസ് റിക്വയർഡ് ഫോർ ഡ്രാഫ്റ്റിംഗ്. ഡ്രാഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന ടൂൾസ്. ഒന്ന്, എൽ സ്കെയിൽ. ഇറ്റ് ഈസ് കോൾഡ് എ ട്രൈ സ്കെയിൽ ഓർ എൽ സ്കെയിൽ and is made of wood or steel. The L scale has one arm which measures 12 inches and other arm 24 inches. It is used for drafting on brown paper to draw perpendicular lines. L scale ന്റെ ചിത്രം കാണിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ആൽഫബറ്റായ എല്ലിന്റെ ആകൃതിയിലുള്ള ഒരു ഭാഗത്തേക്ക് 12 ഇഞ്ചും മറ്റേ ഭാഗത്തേക്ക് 24 ഇഞ്ചും നീളമുള്ള ഒരു സ്കെയിലാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരു പേപ്പറിൽ പെർപെൻഡിക്കുലർ ആകൃതിയിലുള്ള ലൈനുകൾ വരയ്ക്കാൻ സാധിക്കുന്നതാണ്. രണ്ട്, ലെഗ് ഷേപ്പർ. It is made of wood or plastic. Either 24-inch or 36-inch lengths are available. It is used to measure and shape the interior part of the leg. ഒരു റെഡിമെയ്ഡ് ഗാർമെന്റിന്റെ
ഉദാഹരണം പറഞ്ഞാൽ ഒരു ട്രൗസറിന്റെ അല്ലെങ്കിൽ ഒരു പാൻസിന്റെ കാലിന്റെ ഷേപ്പ് ഒരു പേപ്പറിൽ വരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്കെയിൽ പോലത്തുള്ള ഉപകരണമാണ് ലെഗ് ഷേപ്പർ. ടൂൾസ് റിക്വയർഡ് ഫോർ ഡ്രാഫ്റ്റിംഗ്. അടുത്തത് മൂന്നാമത് ടൈലേഴ്സ് ആർട്ട് കർവ്. It is made of plastic or wood. This is used to draw curves in the drafting. ടൈലേഴ്സ് ആർട്ട് കർവ് ഉപയോഗിച്ച് കർവ് രൂപത്തിലുള്ള ഗാർമെന്റ് ഭാഗങ്ങൾ വരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ടൈലേഴ്സ് ആർട്ട് കർവിന്റെ രൂപം ഏകദേശം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. നാല്, ഫ്രഞ്ച് കർവ്. This is made of transparent plastic. It helps in making shapes of the neck, depth of sides and bottom of the garments. ഫ്രഞ്ച് കർവ് വീണ്ടും സുതാര്യമായ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്കെയിലാണ്. അതുകൊണ്ട് ഗാർമെന്റ്സിന്റെ കഴുത്തിന്റെ ഭാഗവും അല്ലെങ്കിൽ അതിന്റെ ബോട്ടമും ഒക്കെ വരയ്ക്കാൻ സാധിക്കും. ഫ്രഞ്ച് കർവിന്റെ ചിത്രം താഴെ കാണിച്ചിരിക്കുന്നു. Tools required for drafting. 5. Compass. It is mostly used for making curve for umbrella cloth. Compass നമുക്കറിയാവുന്ന പോലെ ഒരു വൃത്താകൃതിയിലുള്ള രൂപം വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഒരു കുടയുടെ ശീലയുടെ ആകൃതി വരയ്ക്കണമെങ്കിൽ സാധാരണയായി കോമ്പസ് ഉപയോഗിക്കുന്നു. 6. Drafting table. It's a wooden table of 3 feet height, 4 feet wide and 6 feet long. The surface of the table should be smooth and firm. ഡ്രാഫ്റ്റിംഗ് പ്രക്രിയ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന് ഒരു മേശയുടെ ഉപരിതലം ഉപയോഗിക്കുന്നു. ആ മേശയ്ക്ക് പറയുന്നതാണ് ഡ്രാഫ്റ്റിംഗ് ടേബിൾ എന്ന്. അത് തടി കൊണ്ട് നിർമ്മിച്ച ഏകദേശം 3 അടി ഉയരവും 4 അടി വീതിയും 6 അടി നീളമുള്ളതാണ്. 7. Milton cloth. Milton cloth is a thick blue-colored woolen cloth used for drafting. It is mainly used for practicing drafts by fashion students. The surface can be brushed and reused until correct drafting is got. Milton cloth ഒരു കട്ടിയുള്ള നീല നിറത്തിലുള്ള കമ്പിളി വസ്ത്രങ്ങൾ കൊണ്ട് കമ്പിളി നൂലുകൊണ്ട് നിർമ്മിച്ചതാണ്. ഈ തുണിയിലെ വിദ്യാർത്ഥികൾക്ക് ഡ്രാഫ്റ്റിംഗ് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. ഇതിന്റെ ഉപരിതലം ബ്രഷ് ചെയ്തെടുത്ത് കൃത്യമായ ഡ്രാഫ്റ്റിംഗ് ലഭിക്കുന്നത് വരെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. 8. Brush. A brush is used in Milton cloth to rub the mistakes during drafting.
മുകളിൽ പറഞ്ഞ മിൽട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ അവിചാരിതമായി വരുന്ന തെറ്റുകളെ മായ്ച്ചു കളയുന്നതിന് ഉപയോഗിക്കുന്നു. 9. Brown paper. Paper is used for drafting by placing on the drafting table. While using brown paper, a grain line should be tracked. ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന് ഡ്രാഫ്റ്റിംഗ് ടേബിളിൽ ഉറപ്പിച്ച ബ്രൗൺ പേപ്പർ ഉപയോഗിക്കുന്നു. ബ്രൗൺ പേപ്പറിൽ നമുക്കറിയാത്തതിൽ സമാന്തരങ്ങളായിട്ട് ഗ്രെയിൻ ലൈൻസും ഉള്ളതിനാൽ വരയ്ക്കുവാനും അല്ലെങ്കിൽ അടയാളപ്പെടുത്തുവാനും എളുപ്പമാണ്. Pencil. Pencil is used for marking on brown paper. ബ്രൗൺ പേപ്പറിൽ വരയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് പെൻസിൽ സാധാരണയായി ഉപയോഗിക്കുന്നു. 11. Rubber. It is frequently used for deleting mistakes. Good quality rubber which does not leave blank lines should be selected. റബ്ബർ അല്ലെങ്കിൽ എറേസർ, അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അവിചാരിതമായി വരുന്ന തെറ്റുകൾ മായ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. Tools required for cutting. അടുത്തതായി ഫാബ്രിക് കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. 1. Cutting table and cutting board. A cutting table is 6 feet long, 4 feet wide and 3 feet height. People working in standing position use the table and people who work sitting using a cutting board. A cutting board should be 6 inches height. കട്ടിംഗ് ടേബിളും കട്ടിംഗ് ബോർഡും ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ അല്ലെങ്കിൽ ഗാർമെന്റ്സിൽ പണിയെടുക്കുന്നവർ തുണി കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടിംഗ് ടേബിളിന്റെ നീളവും വീതിയും അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിന്റെ ഹൈറ്റും ആണ് പറഞ്ഞിരിക്കുന്നത്. 2. Shears. These are typically utilized for cutting thick materials and usually 10 to 15 inch in length. വളരെ കട്ടിയുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ തുണി കട്ട് ചെയ്യുന്നതിനാണ് ഷിയർസ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. ഇതിന് സാധാരണയായി 10 മുതൽ 15 ഇഞ്ച് വരെ നീളമുണ്ട്. 3. Scissors. These are used for cutting ladies and children's garments. They are 7 to 10 inch in length. Scissors അല്ലെങ്കിൽ കത്രിക നമുക്കറിയാവുന്നത് തുണി കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. 4. Paper cutting scissors. These are small scissors available in various sizes and meant for cutting paper. കടലാസ് മുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന കത്രിക. പല സൈസസിലുള്ളതും ഉപയോഗിക്കുന്നതാണ്. 5. Pinking shears. This cuts the edges in a zigzag manner. It is used for finishing seams and edges. It gives decorative appeal to raw edges while at the same time
avoids unraveling of yarns. ഒരു ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ സിക്സാഗ് രീതിയിൽ കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സിസേഴ്സ് ആണ് പിങ്കിങ് ഷിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും, ഒരു തുണിയുടെ അതിന്റെ ജോയിന്റ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് ഇങ്ങനെ സിക്സാഗ് രീതിയിലുള്ള കട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. ഇത് തുണിക്ക് ആകർഷണവും, അല്ലെങ്കിൽ ആ തുണി കട്ട് ചെയ്തിരിക്കുന്നതിന് ഒരു ആകർഷണവും, ഫാബ്രിക്കിൽ നിന്ന് നൂല് എഴുന്നു പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഊരി പോകാതിരിക്കാനും സഹായിക്കുന്നു. 5. Trimming scissors. These are used for carrying out alterations, trimming seams, repairs and cutting thread while sewing. സാധാരണ ടൈലർമാരുടെ കയ്യിൽ കാണുന്ന ചെറിയ കത്രികയാണ് ട്രിമ്മിങ് സിസേഴ്സ്. ഇത് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ തിരുത്തലുകൾ വരുത്താനോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത തുണിയിൽ വരുന്ന എഴുന്നു നിൽക്കുന്ന സ്റ്റിച്ചിങ് നൂലുകളോ മറ്റും മുറിച്ചു കളയുന്നതിന് ഉപയോഗിക്കുന്നു. 7. Button hole scissors. These are used for making holes for buttons and eyelet holes in garments. ബട്ടൺ ഹോൾ സിസേഴ്സ് ഉപയോഗിച്ച് ഫാബ്രിക്കില് ബട്ടൺ ഹോള് നിർമ്മിക്കുകയും മറ്റ് ചെറിയ ചെറിയ ഐലറ്റ് ഹോൾസ് നിർമ്മിക്കുകയും ചെയ്യുന്നു. ടൂൾസ് റിക്വയർഡ് ഫോർ സ്റ്റിച്ചിങ്. തുണി തയ്ക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ. 1. Needles. These are needles that come in denominations of 0 to 12 numbers. Based on the thickness of the cloth, the needle number is used. നമുക്കറിയാം, തയ്ക്കുന്നതിന് സൂചി ആവശ്യമാണ്. പലതരത്തിലുള്ള സൂചികൾ ലഭ്യമാണ്. തുണിയുടെ ഘനം അല്ലെങ്കിൽ തിക്നെസ് അനുസരിച്ച് നീഡിൽ നമ്പർ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. 2. Prevel needle or darn needle. This is used for darning. The front side of the needle is bent. ഡാണിംഗ് പ്രക്രിയ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സൂചികളാണ് ഡാൺ നീഡിൽ. നമുക്കറിയാവുന്ന പോലെ ഇതിന്റെ മുൻവശം വളഞ്ഞിട്ടാവും ഉണ്ടാവുക. Pins. Pins are used for fixing the pattern on the cloth. They come in different colors. പേപ്പർ പാറ്റേൺ തുണിയുടെ മുകളിൽ ഉറപ്പിക്കുന്നതിന് പിൻ ഉപയോഗിക്കുന്നു. വിവിധ തരം നിറങ്ങളിലുള്ള പിന്നുകൾ ലഭ്യമാണ്. 4. Pin cushion. It is used for keeping the pins together. ഒരു ഗോളത്തിന്റെ ആകൃതിയിലുള്ള കുഷ്യനിൽ നമ്മൾ പിന്നുകളെല്ലാം കൂടെ ഒരുമിച്ച് സൂക്ഷിക്കുന്നു. 5. Needle threader. This helps in threading the machine and hand needles. സൂചി കുഴയിലൂടെ നൂല് കടത്തുന്നതിന് അല്ലെങ്കിൽ ആദ്യമായിട്ട് ത്രെഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് നീഡിൽ ത്രെഡർ. Thimble. This is a cover that protects the finger while sewing. This is available in various sizes and made of plastic or steel. സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ നിർമ്മിച്ച ഒരു ട്യൂബ് പോലത്തെ ഉപകരണമാണ് തിമ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വിരലുകളിൽ അല്ലെങ്കിൽ വിരലിൽ അണിഞ്ഞ് നമുക്ക് തുണി തയ്ക്കുമ്പോൾ വിരലുകൾക്ക് സുരക്ഷിതത്വം
കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു. 7. Seam ripper. It has sharp curved edges for opening and cutting seams. It can also be used for slashing machine work buttonholes. സീം റിപ്പർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത തുണിയിലെ തയ്യൽ കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്നതിന് സീം റിപ്പർ ഉപയോഗിക്കുന്നു. എക്യുപ്മെന്റ് ഫോർ കട്ടിംഗ്. ഫാബ്രിക് കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. Straight knife. This is the most frequently used equipment for cutting garments in bulk. It comprises a base plate, vertically moving blade, an upright, a motor for providing the power for cutting the fabric, a handle for the cutter to direct the blade, and a sharpening device. ഫാബ്രിക് ബൾക്കായിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ട്രെയിറ്റ് നൈഫ്. ഇത് ഈ യന്ത്രത്തിന് കട്ട് ചെയ്യാനുള്ള പവർ ഒരു മോട്ടറിൽ നിന്ന് ലഭിക്കും. കൂടാതെ അതിന്റെ കട്ടിംഗ് ബ്ലേഡ് ഡയറക്റ്റ് ചെയ്യുന്നതിന് നമുക്കൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നൈഫ്. The basic elements of a round knife are analogous to straight knife except it has a round blade. The blade diameter varies from 6 to 20 cm. റൗണ്ട് നൈഫ് ഏകദേശം സ്ട്രെയിറ്റ് നൈഫിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഉപകരണമാണ്. ഏക വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ബ്ലേഡ് വൃത്താകൃതിയിലുള്ളതായിരിക്കും. ഏകദേശം 6 മുതൽ 20 സെന്റിമീറ്റർ വരെ വ്യാസമുള്ള ബ്ലേഡുകളാണ് റൗണ്ട് നൈഫിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എക്യുപ്മെന്റ് ഫോർ സ്യൂയിങ്. അവസാനമായി സ്റ്റിച്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ തയ്ക്കുന്നതിനുള്ള ഉപകരണം. Sewing machine. Basic sewing machines comprise machines that sew with a lock stitch and multi-thread chain stitch. These are mainly intended for attaching garment components that are not exposed to high amounts of loads during wear using a lock stitch. നമുക്കറിയാവുന്നതുപോലെ ഒരു ഗാർമെന്റ്സിന്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിന് തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നു. തയ്യൽ മെഷീനിൽ പലതരത്തിലുള്ള സ്റ്റിച്ചുകൾ ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാവുന്നതാണ്. റെഡിമെയ്ഡ് ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ സാധാരണയായി മോട്ടോർ പവർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന സ്റ്റിച്ചിങ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ മാതൃക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു.